സീകാറ്റിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വമായ സ്വാഗതം. കത്തോലിക്ക സഭയുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനശിലയായ സാർവത്രിക മതബോധന ഗ്രന്ഥം വളരെ ആഴത്തിൽ പഠിക്കുന്നതിനും ചർച്ചകൾ ചെയ്യുന്നതിനും നമ്മുടെ സംശയങ്ങൾ പരിഹരിക്കുന്നതിനുമുള്ള ഒരു പഠന ശിബിരമാണ് ശാലോം ഒരുക്കുന്ന സീകാറ്റ്. സീകാറ്റിൻ്റെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പഠന സമയങ്ങളിൽ നിങ്ങളുടെ ഉള്ളിലുണ്ടായ സംശയങ്ങൾ ശാലോമിലേക്ക് എഴുതി അറിയിക്കുകയുണ്ടായി. ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. നമ്മോടൊപ്പം ഇന്നത്തെ ഈ ക്ലാസ് കൈകാര്യം ചെയ്യുവാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്നത് നമുക്കേവർക്കും സുപരിചിതനായ CBCI ദൈവശാസ്ത്ര കമ്മീഷൻ സെക്രട്ടറിയും തലശ്ശേരി ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറുമായ റെവറൻഡ് ഡോക്ടർ ജോസഫ് പാംബ്ലാനി അച്ഛനാണ്. അച്ഛനെ വളരെ സ്നേഹപൂർവ്വം ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ ഈ എപ്പിസോഡിലെ ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി താല്പര്യപൂർവ്വം എത്തിച്ചേർന്നിരിക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ മാലോം സൺഡേ സ്കൂളിലെയും പറമ്പ സൺഡേ സ്കൂളിലെയും മതാധ്യാപകരാണ്. നിങ്ങളെയും വളരെ താല്പര്യപൂർവ്വം ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യും. ഈ പുതിയ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈശോയുടെ പീഡാനുഭവത്തെക്കുറിച്ചുള്ള വിഷയമാണ്. പാഷൻ ഓഫ് ക്രൈസ്റ്റിലൂടെ ലോകമെമ്പാടുമുള്ള വിശ്വാസികൾക്കിടയിൽ ഈശോയുടെ സഹനങ്ങളെക്കുറിച്ചുള്ള വ്യത്യസ്തമായ ചിന്തകൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഉള്ളിലും ഇത്രമേൽ ഈശോ സഹിച്ചിട്ടുണ്ടോ, എങ്ങനെയായിരുന്നു ഈശോയുടെ പീഡാസഹനങ്ങൾ എന്നതിനെക്കുറിച്ച് ഒട്ടേറെ സംശയങ്ങളുണ്ട്. അവ പരിഹരിക്കാനുള്ള ഒരു സുവർണ അവസരമാണ് ഇന്നത്തെ ക്ലാസ്. നമുക്കും ഈ ക്ലാസ്സിൽ പങ്കുചേരാം. പുസ്തകം ഉപയോഗിച്ച് വായിക്കുകയും പഠിക്കുകയും ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ക്ലാസ് നയിക്കുന്നതിന് വേണ്ടി ഏറ്റവും പ്രിയപ്പെട്ട പാംബ്ലാനി അച്ഛനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സഭയുടെ സാർവത്രിക മതബോധന ഗ്രന്ഥമാണ് നാം പഠിച്ചുകൊണ്ടിരുന്നത്. ആ മതബോധന ഗ്രന്ഥത്തിലെ വിശ്വാസ സത്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്ന രീതി നിങ്ങൾക്ക് അറിയാം. അത് 12 വിശ്വാസ സത്യങ്ങളെയാണ് ഇതിൽ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ 12 വിശ്വാസ സത്യങ്ങളിൽ പന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് ഈശോ പീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ച് അടക്കപ്പെട്ടു. ഈ ഒരു വിശ്വാസ സത്യമാണ് നാം ഇന്ന് പഠിക്കാൻ ശ്രമിക്കുക. പന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് മരിച്ചു, അടക്കപ്പെട്ടു. ഈ 3 മേഖലകളെക്കുറിച്ചാണ് നമ്മൾ ഈ പഠന പ്രക്രിയയിൽ നാം കൈകാര്യം ചെയ്യുക. ഈ 3 വിഷയങ്ങളും നമ്മളുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമാണ്, വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ്. അവയെ വിശദീകരിക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം സൺഡേ സ്കൂൾ അധ്യാപകരാണ് എല്ലാവരും, അല്ലേ? ഓക്കെ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചോദ്യങ്ങൾ വളരെ അനുഭവങ്ങളിൽ നിന്ന് രൂപം കൊള്ളുന്ന ചോദ്യങ്ങളായിരിക്കുമെന്ന് എനിക്കറിയാം. ആദ്യം ഈ വിഷയത്തെക്കുറിച്ച് സഭയുടെ മതബോധന ഗ്രന്ഥം നൽകുന്ന ചില ദർശനങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കും. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾ അവതരിപ്പിക്കാവുന്ന. പന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് ഈശോ പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ടു. ഇത് നമ്മുടെ വിശ്വാസത്തിൻ്റെ മുഴുവനും അടിസ്ഥാനമാണ്. ഈശോ തന്നെ തൻ്റെ മരണത്തെക്കുറിച്ച് നിരന്തരമായി സംസാരിച്ചിട്ടുണ്ട്, അല്ലേ? ഈശോ തൻ്റെ യാത്രക്കിടയിലുടനീളം ശിഷ്യരോട് പറയുന്നുണ്ട്, മനുഷ്യപുത്രൻ ജെറുസലേമിൽ എത്തിക്കഴിയുമ്പോൾ അവൻ പീഡകൾ സഹിക്കും, പ്രധാനാചാര്യന്മാരും നിയമജ്ഞരും അവനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കും, അവൻ കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിക്കും, 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും. അതുകൊണ്ട് ഒരു കാര്യം വ്യക്തമാണ്, ഈശോ മിശിഹായുടെ മരണം എന്ന് പറയുന്നത് ആരെങ്കിലും ഒരുക്കിയ കെണിയിൽ അബദ്ധത്തിൽ ചെന്ന് വീണതല്ല ക്രിസ്തു, അല്ലേ? കാരണം അവിടത്തേക്ക് വ്യക്തമായി അറിയാമായിരുന്നു. 3 വട്ടമെങ്കിലും ഈശോ തൻ്റെ പീഡാനുഭവത്തെക്കുറിച്ച് വളരെ കൃത്യതയോടെ പ്രവചിച്ചിട്ടുണ്ട്. താൻ എങ്ങനെയാണ് മരിക്കുന്നത്, ഏത് വിധത്തിലാണ് മരിക്കുന്നത്, മരണശേഷം എന്ത് സംഭവിക്കും, ഇതെല്ലാം ഈശോയ്ക്ക് കൃത്യമായി അറിയാം. അതുകൊണ്ടാണ് നമ്മൾ വിശുദ്ധ കുർബാനയിൽ ചൊല്ലുന്നൊരു പ്രാർത്ഥനയുണ്ട്, ഈശോ താൻ മരണത്തിന് സ്വയം ഏൽപ്പിച്ചു കൊടുത്ത രാത്രിയിൽ പാവനമായ തൻ്റെ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് എന്ന് പറഞ്ഞാണ്
കൂദാശ വചനങ്ങൾ ചൊല്ലുന്നു, അല്ലേ? ഈശോ മരണത്തിന് സ്വയം ഏൽപ്പിച്ചു കൊടുത്തവനാണ്. അത് ഈശോയുടെ മരണത്തെ മനസ്സിലാക്കാനുള്ള ഒരു വലിയ താക്കോലാണ്. പീലാത്തോസോ കയ്യാപ്പാസോ ഒരുക്കിയ കെണിയിൽ ചെന്ന് വീണ, എലിക്കണിയിൽ വീണ ഒരു എലിക്കുഞ്ഞല്ലത്. മിശിഹാ തമ്പുരാൻ അവനാണ് ഈ പീഡാനുഭവത്തിൻ്റെ അധിനാഥൻ. അവൻ വിചാരിച്ചതുപോലെ കാര്യം നടക്കുകയുള്ളൂ. അവൻ നിയന്ത്രിക്കുന്നത് പോലെയാണ് കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടുന്നത്, അല്ലേ? പീലാത്തോസിൻ്റെ മുമ്പിൽ അവൻ നിൽക്കുമ്പോൾ ആരെയാ ചോദ്യം ചെയ്യുന്നതെന്ന് നമുക്ക് തന്നെ സംശയം തോന്നും. പീലാത്തോസ് ഈശോയെ ചോദ്യം ചെയ്യുന്നത്, പക്ഷെ ഈശോയുടെ ചോദ്യത്തിന് മുമ്പിൽ പീലാത്തോസാണ് പകച്ചു പോകുന്നത്. അന്നാസും കയ്യാപ്പാസും പേടിച്ചു പോകുന്നു. പിടിക്കാൻ വന്ന പടയാളികൾ തലകറങ്ങി വീഴുന്നു. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ആത്യന്തികമായി എന്താണ്? ഈശോയുടെ പീഡാസഹനം ആത്യന്തികമായി ഈശോയുടെ നിയന്ത്രണത്തിൽ നടന്ന ഒരു സത്യമാണ്. അതുകൊണ്ട് മറ്റാരെയും പഴി പറയാനുള്ള വഴിയല്ല ഈ പീഡാനുഭവ വിവരണത്തിൽ നാം കണ്ടെത്തുന്നത്. ഇതാണ് ഈ പീഡാനുഭവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒന്നാമതായി നാം മനസ്സിലാക്കുന്നത്. രണ്ടാമതായി മതബോധന ഗ്രന്ഥം പറയുന്നത്, ഈശോ ദേവാലയത്തെ വെല്ലുവിളിച്ചതിൻ്റെ ഫലമായിട്ടാണ് അവർ ഈശോയെ കുരിശിൽ തറയ്ക്കാൻ ശ്രമിക്കുക. നമുക്കറിയാം, നമ്മൾ വിശ്വാസത്തിൻ്റെയും നമ്മുടെ ഈശോയോടുള്ള സ്നേഹത്തിൻ്റെയും ഒക്കെ ആ തലമങ്ങ് മാറ്റി നിർത്തി ഒരു സാമൂഹിക പശ്ചാത്തലത്തിൽ നിന്ന് സംസാരിച്ചാൽ ഈശോ പറഞ്ഞത് യഹൂദർക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. ഈശോ പറയുന്നത് എന്താ? നിങ്ങളുടെ നിയമത്തിലും പ്രവാചകന്മാരിലും പറഞ്ഞിട്ടുള്ളതെല്ലാം അപൂർണമാണ്, പൂർണ്ണത എന്നിലാണ്. ആരെങ്കിലും ഇങ്ങനെ വന്ന് നമ്മളോട് പറഞ്ഞാൽ നമ്മൾ സമ്മതിച്ചു കൊടുക്കുമോ? നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായി ദേവാലയം തകർത്തുകളാം, 3 ദിവസം കൊണ്ട് ഞാൻ പുഷ്പം പോലെ അത് പണിതുയർത്തും. ഈശോയുടെ വെല്ലുവിളി. ഈശോ ഉദ്ദേശിക്കുന്നത് മറ്റു ചിലതാണ്. പക്ഷേ അവർക്ക് മനസ്സിലാകുന്നില്ല, 46 കൊല്ലമെടുത്ത് അവർ കഷ്ടപ്പെട്ട് പണിത് അവരുടെ ദേവാലയം തല്ലിപ്പൊളിക്കട, വെറും 3 ദിവസം കൊണ്ട് ഞാൻ പണിയും എന്നൊക്കെ പറയുമ്പോൾ യഹൂദൻ്റെ മതാത്മകതയിൽ ഒരിക്കലും ഉൾക്കൊള്ളാനാവാത്ത വസ്തുതകളാണ് ഈശോ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഒരു സാമൂഹിക ശാസ്ത്രപരമായി ചിന്തിച്ചു കഴിയുമ്പോൾ ഈശോയുടെ മരണത്തിന് ഈശോ തന്നെ വഴിയൊരുക്കി, അല്ലെങ്കിൽ ഈശോയുടെ പ്രബോധനങ്ങൾ വഴിയൊരുക്കി. ഈശോ താൻ ദൈവപുത്രനാണ് എന്ന് അവകാശപ്പെട്ടത്, താൻ ദേവാലയം പുതുതായി പണിയുന്നവനാണെന്ന് പറഞ്ഞത്, ഇതൊക്കെയാണ് ഈശോയ്ക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ. അത് സാമൂഹിക ശാസ്ത്രപരമായി ചിന്തിച്ചാൽ ഒരു സമൂഹത്തിനും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാത്ത മേഖലകളിലാണ് ഈശോ പഠിപ്പിച്ചത്. ഈശോ ദൈവപുത്രനാണ്, അത് യഹൂദന് മനസ്സിലാകാത്ത വിഷയമാണ്, അല്ലേ? വീണ്ടും ഈശോയുടെ മരണത്തിന് കാരണമാകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത്, ഈശോ ജെറുസലേമിൽ പ്രത്യക്ഷപ്പെടുന്ന ഈശോ മിശിഹ വാഗ്ദാനം ചെയ്യപ്പെട്ട മിശിഹായാണ് എന്ന് ഈശോ അവകാശപ്പെടുന്നു. ഈശോ വാഗ്ദാനം ചെയ്യപ്പെട്ട മിശിഹായാണ്. ഇതും യഹൂദർക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റിയത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ കാലഘട്ടത്തിൽ പലരും താൻ മിശിഹായാണ്, ഞാൻ മിശിഹായാണ് എന്ന് പറഞ്ഞ് വരികയും 4 തല്ലുകൊണ്ടും കഴിയുമ്പോൾ അയ്യോ ഞാൻ മിശിഹ അല്ലേ എന്ന് പറഞ്ഞ് ഓടി രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതേക്കുറിച്ച് നടപടി പുസ്തകത്തിൽ നമ്മൾ കേൾക്കുന്നതുമാണ്. 5-6 മിശിഹാമാരുടെയും പേര് അവിടെ പറയുന്നു. ഇതൊരു സ്വാഭാവിക പ്രക്രിയ ആയതുകൊണ്ട് ഈശോ മിശിഹായാണെന്ന് പറഞ്ഞപ്പോൾ അവർക്കത് പെട്ടെന്ന് സ്വീകാര്യമായില്ല എന്ന് പറയുന്നത് ന്യായമാണ്. തന്നെയുമല്ല, ആ കാലത്തെ രാഷ്ട്രീയം കൂടി പരിഗണിക്കും. തിബേരിയൂസ് സീസറാണ് ഈശോ മരിക്കുന്ന കാലത്ത്, അല്ലെങ്കിൽ ഈശോയുടെ പീഡാനുഭവ കാലത്തെ റോമൻ ചക്രവർത്തി. തിബേരിയൂസ് സീസറിൻ്റെ ഭരണത്തിൻ്റെ 15-ാം വർഷം പൊന്തിയോസ് പീലാത്തോസ് യൂദയായിൽ ദേശാധിപതിയായിരിക്കവേ എന്ന് പറഞ്ഞ് ലൂക്കാ സുവിശേഷം 3-ാം അധ്യായം 1-ാം വാക്യം ആരംഭിക്കുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, അല്ലേ? തിബേരിയൂസ് സീസറിൻ്റെ ഭരണകാലത്താണ് ഈശോയുടെ പരസ്യജീവിതവും പീഡാസഹനവും കുരിശുമരണവും എല്ലാം. കാരണം തിബേരിയൂസ് സീസർ AD 14-ാം ആണ്ടിൽ അധികാരമേറ്റ റോമൻ ചക്രവർത്തിയാണ്. അതിന് മുമ്പത്തെ ചക്രവർത്തിയെ തീർച്ചയായും നിങ്ങൾക്കറിയാം. ആരാണ്?
ഈശോ ജനിക്കുന്ന കാലത്തെ ചക്രവർത്തിയാണ്. ആരാണ്? അഗസ്റ്റസ് സീസറിനാണ്. അഗസ്റ്റസ് സീസറിന്റെ പിൻഗാമിയാണ് തിബേരിയൂസ് സീസർ അഥവാ ടൈബേരിയസ് സീസർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ടൈബർ എന്നത് റോമിലെ നദിയുടെ പേരാണ് എന്ന് നിങ്ങൾക്കറിയാം. തിബേരിയൂസ് സീസറിന്റെ ഭരണത്തിന്റെ 15-ാം വർഷം ഈശോ പരസ്യജീവിതം ആരംഭിച്ചു എന്നാണ് ലൂക്കാസ് സുവിശേഷകൻ പറയും. അപ്പോൾ 3 കൊല്ലം പരസ്യജീവിതം നടത്തിയെങ്കിൽ 15 3 18 കൊല്ലമായി അദ്ദേഹം ചക്രവർത്തിയായിട്ട്. പലസ്തീന റോമിൻ്റെ അധികാര പരിധിയിലാണ്. അതുകൊണ്ടാണ് റോമൻ ഭരണകൂടം യേശുവിൻ്റെ മരണത്തിൽ ഇടപെടുന്നതിൻ്റെ കാരണം അത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം യഹൂദ പുരോഹിതന്മാര്, യഹൂദ മത നേതാക്കന്മാര് ഈശോയുടെ മരണത്തിന് ഉത്തരവാദികളാകുന്നു. കാരണം എന്താണ്? മതപരമായി യഹൂദ സാൻഹെദ്രിൻ സംഘത്തിൻ്റെ കീഴിലും രാഷ്ട്രീയപരമായി റോമ സാമ്രാജ്യത്തിൻ്റെ കീഴിലുമാണ് ഈശോയുടെ പീഡാസഹനവും കുരിശുമരണവും നടക്കുക. ഈ രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം ഈശോയുടെ കുരിശുമരണത്തെ നാം വീക്ഷിക്കാൻ. ഇനി ദൈവശാസ്ത്രപരമായി ചിന്തിക്കുമ്പോൾ ഈശോയുടെ കുരിശുമരണം എന്നത് ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവമൊരുക്കിയ പദ്ധതിയുടെ പൂർത്തീകരണം. ആദിമാതാപിതാക്കളുടെ പാപം മൂലം മനുഷ്യകുലത്തിന് നഷ്ടപ്പെട്ട വരപ്രസാദം അതിൻ്റെ സമ്പൂർണതയിൽ തിരിച്ചു തരാൻ, ഒരുപക്ഷെ ആദാമിനും ഹൗവായ്ക്കും ഉണ്ടായിരുന്ന സൗഭാഗ്യത്തെക്കാൾ ഉപരിയായ സൗഭാഗ്യം മനുഷ്യകുലത്തിന് തരാൻ ദൈവമൊരുക്കിയ പദ്ധതിയുടെ ഭാഗമാണ് ഈശോയുടെ മരണം. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി മരിച്ചു എന്നുള്ളത് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ്. ഇപ്രകാരമുള്ള ചില ആമുഖ ചിന്തകളോടുകൂടി നിങ്ങളെല്ലാവരും മതബോധന ഗ്രന്ഥം വായിച്ചിട്ടുള്ളവരായതിനാലും ഞാൻ എൻ്റെ വിശദീകരണം അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ തീർച്ചയായും ഈ ചോദ്യോത്തരങ്ങളിലൂടെ വെളിപ്പെടും എന്നെനിക്കറിയാം. കാരണം നിങ്ങളെല്ലാവരും പരിണിതപ്രജ്ഞരായ മതാധ്യാപകരാണ്. നാളിതുവരെയുള്ള നിങ്ങളുടെ അധ്യാപനത്തിനിടയിൽ കുട്ടികളിൽ നിന്നാകാം നിങ്ങളുടെ തന്നെ മനസ്സിൽ ഉയർന്നിട്ടുള്ള പീഡാനുഭവ ബന്ധിയായ അനവധി സംശയങ്ങളുണ്ടാകും. അവയൊക്കെയും നിങ്ങൾക്ക് ഉയർത്താനുള്ള അവസരമാണ്. ഇത് കേൾക്കുന്ന ഓരോ പ്രേക്ഷകനും തോന്നണം, അവർ ചോദിക്കാൻ ഉദ്ദേശിച്ച ചോദ്യങ്ങൾ അവർക്ക് ചോദിക്കാൻ പറ്റിയല്ല. നിങ്ങൾ ചോദിക്കുമ്പോൾ അവർക്ക് തൃപ്തി തോന്നണം. എന്താണ്? ആ ടീച്ചർ ചോദിച്ച് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ച ചോദ്യം തന്നെയാണ്. അതിനുവേണ്ടി പ്രാർത്ഥനയോടെ നമുക്ക് ചോദ്യങ്ങൾ ക്രമീകരിക്കാം. നിങ്ങൾ ചോദ്യങ്ങൾ ക്രോഡീകരിച്ച് കഴിയുമ്പോൾ നമ്മൾ അടുത്ത സെഷനിലേക്ക് പ്രവേശിക്കുന്നു. എല്ലാവരും നല്ല ചർച്ചയിലാണെന്ന് തോന്നുന്നു. ഇന്നത്തെ നമ്മുടെ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ മുൻകൂട്ടി ഒരുങ്ങിയിട്ടുണ്ടാകും കുറേ കാര്യങ്ങൾ. ഈ മതബോധന ഗ്രന്ഥം വായിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സ്കൂളിൽ നമ്മുടെ സൺഡേ സ്കൂൾ കുട്ടികൾ കുറേ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മനസ്സിലുണ്ടായ സംശയങ്ങൾ പരിഹരിക്കാനുള്ള സമയമാണ്. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് എല്ലാവരും മുഴുവൻ ചോദ്യങ്ങളുമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കാനും അത് മനസ്സിൽ നിന്ന് പൊട്ടിച്ചു കളയാനുമുള്ള ഒരു സമയമാണ്. അതുകൊണ്ട് തീർച്ചയായും നമുക്ക് ചോദ്യത്തിലേക്ക് പ്രവേശിക്കാൻ അച്ഛൻ റെഡി ആയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട പാമ്പ്ലാനീച്ചൻ ഇപ്പോൾ നമുക്ക് ഉത്തരം നൽകുന്നതായിരുന്നു. ആരാണ് ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നത് നിങ്ങളുടെ കൂട്ടത്തിൽ? ഞാനാണ്. നമ്മുടെ പറമ്പ സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർ സാറിൻ്റെ പേരെന്തായിരുന്നു? ന്യൂമാൻ സാറാണ് ചോദിക്കുന്നത്. നല്ല കഠിനമായ ഒരു പേരാണ് ന്യൂമാൻ. സാറ് ചോദിക്കുക ആദ്യത്തെ ഒരു ചോദ്യം. അച്ഛാ, എൻ്റെ സംശയം ഇതാണ്. ദൈവപുത്രനായ ഈശോ വളരെ പ്രാർത്ഥിച്ചൊരുങ്ങിയാണ് തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത്. എന്നാൽ ഈ യൂദാസ്കറിയാത്തോ തന്നെ ഒറ്റിക്കൊടുക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ എന്തുകൊണ്ട് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു? ന്യൂമാൻ സാറിൻ്റെ ചോദ്യം വളരെ പണ്ഡിതോചിതമായൊരു ചോദ്യം തന്നെയാണ്. ന്യൂമാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അദ്ദേഹം വളരെ പ്രസിദ്ധനായ ഒരു വ്യക്തിയായിരുന്നു, കർദിനാളായിരുന്നു. എന്തുകൊണ്ടാണ് അദ്ദേഹം പ്രസിദ്ധനാകുന്നത്? ആംഗ്ലിക്കൻ സഭയിൽ നിന്ന് കത്തോലിക്ക വിശ്വാസത്തിലേക്ക് കടന്നു വന്ന
ഒരു വലിയ ജ്ഞാനിയായിരുന്നു. സഭയിലെ കത്തോലിക്ക സഭയിൽ പിന്നീട് വലിയ പണ്ഡിതനായി തീർന്നയാളാണ് ന്യൂമാൻ, അല്ലേ? അപ്പോൾ ന്യൂമാൻ്റെ പേര് സാറിന് കിട്ടി എന്നുള്ളത് തന്നെ ഒരു വലിയ ഭാഗ്യമാണ്. പൗലോസ് ലീഗ തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പുതിയ മനുഷ്യനാകണം, ന്യൂ മാൻ ആകണം, അല്ലേ? ഓക്കെ. അപ്പോൾ സാറിൻ്റെ ചോദ്യവും അതുതന്നെയാണ്. ഏതാണ്? അപ്പോൾ ഈ ഈശോ മിശിഹ ഇത്രയും പ്രാർത്ഥിച്ചൊരുങ്ങിയിട്ടും ഈ മണ്ടനെ തിരഞ്ഞെടുത്തല്ലോ, ഇതാണ് സാറിൻ്റെ ചോദ്യം. വാസ്തവത്തിൽ അതിൻ്റെ ഉത്തരം ഒറ്റവാക്കിൽ പറയുക ശ്രമകരമായൊരു കാര്യമാണ്. ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഇത് വലിയ ഒരു സങ്കീർണമായ ചോദ്യമാണ് സാറ് വളരെ നിരുപദ്രവകരമെന്ന രീതിയിൽ ചോദിച്ചത്. അതായത് ഈ യൂദാസ് ഇപ്രകാരം പ്രവർത്തിക്കുമെന്ന് ദൈവത്തിന് അറിയാമായിരുന്നല്ലോ. യൂദാസ് തെറ്റുകാരനാണോ എന്നൊക്കെ പിള്ളേർ ക്ലാസ്സിലൊക്കെ നിങ്ങളോട് ചോദിക്കാറുണ്ട്. അതേ ചോദ്യം തന്നെയാണ് സാറൊരു മറയിട്ട് ചോദിച്ചെന്നേ ഉള്ളൂ. വാസ്തവത്തിൽ ഈശോ ഇത്രയും പ്രാർത്ഥിച്ചൊരുങ്ങിയിട്ടും ഇവനെ എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു, അല്ലേ? അതെ അതെ. അതേ ചോദ്യം ഞാനൊന്ന് തിരിച്ചു ചോദിക്കാം. നമ്മുടെയൊക്കെ കയ്യിലിരിപ്പ് ഇതുപോലെ ആയിരുന്നു എന്നറിഞ്ഞിട്ടും ദൈവം എന്തിനാണ് നമ്മളെ ജീവിക്കാൻ അനുവദിച്ചത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്നാ? ഉത്തരം പൊട്ടി പോകും എല്ലാവർക്കും. അതായത് എല്ലാവരെയും കുറിച്ച് ദൈവത്തിന് നല്ലതേ ചിന്തയുള്ളൂ, നല്ലതേ ദൈവം പ്രതീക്ഷിക്കുന്നുള്ളൂ, അല്ലേ? ദൈവം നട്ടത് നല്ല മുന്തിരിച്ചെടിയാ. ജെറമിയായുടെ പ്രവചനം 2-ാം അധ്യായം 21-ാം വചനത്തിൽ പറയുന്നു, നല്ല മുന്തിരിയാണ് ദൈവം നട്ടത്, നീ എങ്ങനെ ദുഷിച്ച് കാട്ടുമുന്തിരിയായി തീർന്നു. ദൈവം തന്നെ അമ്പരക്കുകയാണ്. തിന്മ അത് ദൈവത്തിൽ നിന്നല്ല വരുന്നത്. ഒറ്റുക എന്നുള്ളത് ദൈവത്തിൻ്റെ പ്രവൃത്തിയല്ല. ദൈവം ഇതെല്ലാം മുൻകൂട്ടി അറിഞ്ഞതല്ല, പിന്നെ യൂദാസിനെ കുറ്റപ്പെടുത്താവോ എന്നൊക്കെ ചോദിക്കുമ്പോഴും ദൈവം ഒരു കാര്യം മുൻകൂട്ടി അറിയുന്നു എന്ന് പറയുന്നതും ആ പ്രവൃത്തിക്ക് ദൈവം ഉത്തരവാദിയാണ് എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാനത് പലപ്പോഴും വിശദീകരിക്കാൻ പറയുന്നൊരു ഉദാഹരണം നിങ്ങളോടും പറയാം. ഇപ്പോൾ ഈ ഭിത്തിയേൽ ഒരു പ്രാണി ഇരിപ്പുണ്ടെന്ന് വിചാരിക്കും. ഒരു പല്ലി അതിനെ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ പോവുകയാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ എനിക്കറിയാം ഇപ്പം ആ പല്ലി പോയി പ്രാണിയെ പിടിക്കും, ഇല്ലേ? പിടിക്കും. എനിക്കത് മുൻകൂട്ടി അറിയാം, ഈ പ്രാണി ഇപ്പം പല്ലിയെ പിടിക്കാൻ പോകും. മുൻകൂട്ടി അറിയാം. മുൻകൂട്ടി അറിയാം എന്നുള്ളത് ആ പ്രാണിയുടെ പ്രവൃത്തിയെ ഏതെങ്കിലും വിധത്തിൽ സ്വാധീനിക്കുന്നുണ്ടോ? ഇല്ല. പ്രാണി സ്വതന്ത്രമായി പൂർണ്ണമായ അറിവോടെ സമ്മതത്തോടെ സ്വാതന്ത്ര്യത്തോടെയാണ് പല്ലി പോയി പ്രാണിയെ പിടിക്കുന്നു, ഇല്ലേ? അതെ. മുൻകൂട്ടി ഞാൻ അറിയുന്നു എന്നുള്ളത് പല്ലിയുടെ പ്രവൃത്തിയെയോ പ്രാണിയുടെ ഇരിപ്പിനെയോ സ്വാധീനിക്കുന്നില്ലല്ലോ. ഇത് തന്നെയാണ് ദൈവം ഒരു കാര്യം മുൻകൂട്ടി അറിയുന്നു എന്ന് പറയുന്നതും ആ പ്രവൃത്തിക്ക് ദൈവം ഉത്തരവാദിയാണോ എന്ന് ചോദിക്കുന്നതും വ്യത്യസ്തമായ കാര്യമാണ്, അല്ലേ? യൂദാസ് പാപം ചെയ്യാൻ വേണ്ടി ദൈവം അനാദിയിലെ തീരുമാനിച്ചു വെച്ച വ്യക്തിയല്ല. യൂദാസ് തൻ്റെ തന്നെ സ്വതന്ത്രമായ അറിവോടെ സമ്മതത്തോടെ സ്വാതന്ത്ര്യത്തോടെ എടുക്കുന്ന തീരുമാനമാണ് ഈശോയെ ഒറ്റുക എന്നുള്ളത്. ആ പ്രവൃത്തിയുടെ ഉത്തരവാദി ആരാണ്? യൂദാസ് തന്നെയാണ്. അതുകൊണ്ട് ഈശോ പാപിയോടുള്ള തൻ്റെ കരുതലും സ്നേഹവും, ഒരു പാപിയും തൻ്റെ രക്ഷാകര സ്നേഹത്തിന് വെളിയിലല്ല എന്ന് കാണിക്കാൻ ഈശോ യൂദാസിനെയും തിരഞ്ഞെടുത്തു. അവനെ തൻ്റെ സ്നേഹം കൊണ്ട് വീണ്ടെടുക്കാനാണ് ഈശോ പരിശ്രമിച്ചത്. പക്ഷേ യൂദാസിന് ആ സ്നേഹമൊന്നും മനസ്സിലായില്ല. അവൻ്റെ തന്നെ പദ്ധതികൾക്കനുസരിച്ച് പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയി. അതാണ് ഇവിടെ അടിസ്ഥാനപരമായി സംഭവിച്ച വിഷയം എന്ന് ന്യായമായും ഊഹിക്കാം. ഈശോയ്ക്ക് അത് അറിയാമായിരുന്നോ എന്ന് ചോദിച്ചാൽ അറിയാമായിരുന്നു എന്ന് തന്നെ. കാരണം ഈശോ തന്നെ പലപ്പോഴും പറയുന്നുണ്ട്, നിങ്ങൾ ഒരുവൻ എന്നെ ഒറ്റു എന്ന് പറയുന്നു. അതെന്തിനാ ഈശോ പറയുന്നത്? യൂദാസേ, നീ ഈ വേണ്ടാതീനം മനസ്സിൽ നിന്ന് കളഞ്ഞ് നന്നാകാനാ പറയുന്നത്, അല്ലേ? നിങ്ങൾ ഒരുവൻ എന്നെ ഒറ്റുമെന്ന് ഈശോ ആവർത്തിച്ച് പറയുമ്പോൾ യൂദാസിനുള്ള മുന്നറിയിപ്പാണ്, നീ ഈ വഴിയെ പോകരുത്, ഇത് അപകടം പറ്റിച്ച വഴിയാണ്. ഈശോ എത്ര മുന്നറിയിപ്പുകളാണ് വാസ്തവത്തിൽ യൂദാസിന് കൊടുക്കുന്നത്. അതുകൊണ്ട് ഈശോയ്ക്ക് മുൻകൂട്ടി അറിയാമായിരുന്നു. ഈശോ യൂദാസിനെ തിരുത്താൻ ശ്രമിക്കുന്നുണ്ട്. ഒറ്റിക്കഴിഞ്ഞപ്പോൾ പോലും സ്നേഹിത എന്ന് വിളിച്ച് ഈശോ അവനെ തൻ്റെ കൂട്ടത്തിലേക്ക് ചേർത്ത് നിർത്താൻ പരിശ്രമിക്കുന്നുണ്ട്.
അപ്പോഴും അവൻ പോകുന്നെങ്കിൽ ആരാണ് ഉത്തരവാദി? യൂദാസ് തന്നെയാണ്. ആ ഉദാഹരണത്തോടുകൂടി നമ്മുടെ ന്യൂമാൻ സാറിന് അത് പിടികിട്ടിയെന്ന് വിചാരിക്കുകയാണ് അല്ലേ? മനസ്സിലായി സാറിന്? ഓക്കെ. നമുക്കെല്ലാവർക്കും നമ്മുടെ ഉള്ളിൽ തോന്നിയ ഒരു സംശയമാണ് അല്ലേ? പാവ യൂദാസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അവനെ എന്തിനാണ് നമ്മുടെ ഭാഗം ന്യായീകരിക്കാൻ. ഇനി ആരാണ് മറ്റൊരു ചോദ്യം ചോദിക്കുന്നത്? നമ്മുടെ മാലോം സൺഡേ സ്കൂളിലെ നമ്മുടെ സാറാണ്. സാറിന്റെ പേരെന്ത്? ജോർജ് കൊല്ലക്കൊമ്പിൽ സാറാണ്. സാറ് ചോദിക്കൂ. എൻ്റെ സംശയം ഇതാണ്. ഈശോ ഗെത്സമേനിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈശോയുടെ വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായി മാറിയെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഇതുവരെയും കേട്ടിട്ടില്ല. വൈദ്യശാസ്ത്രത്തിൽ പോലും വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായി മാറ്റിയെന്ന് കേട്ടിട്ടില്ല. അത് സംഭവിച്ചതാണോ? അതിൻ്റെ ഒന്ന് വിശദീകരിച്ച് തരാമെങ്കിൽ. വൈദ്യശാസ്ത്രത്തിൽ കേട്ടിട്ടില്ല. അതുകൊണ്ട് പിള്ളേര് പലപ്പോഴും സാറിനെ കശക്കിയിട്ടുണ്ട് ആ ചോദ്യം ചോദിച്ച്. അതിൻ്റെ ഒരു ഉത്തരം വേണമെന്നാണ് സാർ ആഗ്രഹിക്കുന്നത്. സാറിൻ്റെ ചോദ്യം ഈ വൈദ്യശാസ്ത്രത്തിൽ ഇപ്രകാരം ഒരു വിഷയമുണ്ടോ? നമ്മൾ വൈദ്യശാസ്ത്രത്തിൽ പണ്ഡിതരായ ആളുകളാണ്, അവിടെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. പക്ഷെ ഇത് എഴുതിയത് ലൂക്കാ സുവിശേഷകനാണ് എന്ന് നമുക്കറിയാം അല്ലേ? അതെ. ഈശോയുടെ ചോര അല്ല വിയർപ്പ് ചോരയായി മാറി എന്ന് പറയുമ്പോൾ ഇത് എഴുതിയത് ലൂക്കാ സുവിശേഷകൻ മാത്രമേ ഇത് പറയുന്നുള്ളൂ. 4 സുവിശേഷകന്മാരും ഗെത്സമനി വിവരിക്കുന്നുണ്ടെങ്കിലും ലൂക്കായി മാത്രമേ ഉള്ളൂ. ലൂക്കായാകട്ടെ ഒരു ഒന്നാന്തരം വൈദ്യനാണ് താൻ അല്ലേ? ലൂക്കായെ കുറിച്ച് നമുക്കറിയാം, വൈദ്യശാസ്ത്രത്തിൽ ഒരു MD ആണ് പുള്ളി, അല്ലെ മിനിമം ഒരു DM ആണ് പുള്ളി അല്ലേ? അങ്ങനെയുള്ള ലൂക്കായി എഴുതിയത് കൊണ്ട് തന്നെ നമുക്കതിനെ എഴുതിത്തള്ളാൻ പറ്റിയ. പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോഴോ അങ്ങനെയൊക്കെ വരുമോ? നമ്മളൊക്കെ എത്ര വേർതിരിക്കുന്നു അല്ലേ? ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ വേർക്കുന്നുണ്ട് അല്ലേ? ഒരു ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ നമുക്ക് ചിലപ്പം ടെൻഷൻ ഉണ്ടാവും അല്ലേ? മിനിമം ഭാര്യയുടെ മുമ്പിൽ വേർക്കാത്ത ഭർത്താക്കന്മാരുണ്ടാകില്ല അല്ലേ? ഭർത്താവിൻ്റെ മുമ്പിൽ ടീച്ചർമാരും വേർത്ത് പോയിട്ട് കാണും പലപ്പോഴും. പക്ഷേ ഒരിക്കലും നമ്മുടെ വേർപ്പ് രക്തമായി മാറിയിട്ട്. പിന്നെ ഈശോയ്ക്ക് ഇതെങ്ങനെയാണ് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ, വൈദ്യശാസ്ത്രത്തിൽ ഇതേക്കുറിച്ച് വളരെയേറെ പഠനം നടത്തിയിട്ടുണ്ട്. അപ്പോൾ പല വൈദ്യശാസ്ത്ര പണ്ഡിതരും കണ്ടെത്തിയിരിക്കുന്നത് ഇത് തികച്ചും സ്വാഭാവികമായൊരു വിഷയമാണ്. അതായത് ഹീമോഹൈഡ്രോസിസ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ആയിട്ട് അവരിതിനെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഹീമോ എന്ന് പറയുമ്പോൾ രക്തവുമായി ബന്ധപ്പെട്ടതാണെന്ന് നിങ്ങൾക്കറിയാം. ഹൈഡ്രോസിസ് എന്ന് പറയുമ്പോൾ അതൊരു ശാരീരിക അവസ്ഥയാണ് ഹീമോഹൈഡ്രോസിസ്. അതായത് നമ്മളുടെ വിയർപ്പ് പുറപ്പെടുന്ന രോമകൂപങ്ങളിലൂടെയാണല്ലോ വിയർപ്പ് പുറത്തേക്ക് വരുന്നത്. അതിന് ചുറ്റും വളരെ നേർത്ത രക്തക്കുഴലുകൾ ഇങ്ങനെ വല പോലെ കിടപ്പുണ്ട്. അതികഠിനമായ മാനസിക സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ രക്തക്കുഴലുകൾ, ഏറ്റവും നേർത്ത രക്തക്കുഴലുകളായവ ചിലപ്പോൾ പൊട്ടുകയും ഈ രോമകൂപങ്ങളിലൂടെ രക്തം പുറത്തേക്ക് വരികയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. കാരണം നമുക്കറിയാം, ചിലതരം പാമ്പുകൾ കടിച്ചു കഴിയുമ്പോൾ, ഇപ്പോൾ രക്തമണലി എന്നൊക്കെ പറയുന്ന പാമ്പുകൾ കടിച്ചു കഴിയുമ്പോൾ രോമകൂപങ്ങളിലൂടെ ത്വക്കിലൂടെ ചോര പൊടിയും നമുക്ക് കാണാം അല്ലേ? അതും ഇതേ സമാനമായ പ്രതിഭാസമാണ്. അപ്പോൾ അതൊരു വിഷമുള്ളിൽ ചെന്നതുകൊണ്ടാണ് ചിലപ്പോൾ അതികഠിനമായ മാനസിക സംഘർഷങ്ങൾക്ക് ഫലമായി ഇപ്രകാരം ഈ ഹീമോഹൈഡ്രോസിസ് എന്ന് പറയുന്ന ശാരീരിക അവസ്ഥ ഉണ്ടാകാം എന്നാണ് പറയുന്നത്. അതിനെ നമ്മൾ ശരിയാം വിധത്തിൽ ഗ്രഹിച്ചു കഴിയുമ്പോഴാണ് കാര്യങ്ങൾ വൈദ്യശാസ്ത്രപരമായി അത് സത്യമാണ്. ഇതേക്കുറിച്ച് പഠനം നടത്തിയിട്ടുള്ള വൈദ്യശാസ്ത്രജ്ഞന്മാരുടെ വലിയ സംഘങ്ങൾ തന്നെ പറഞ്ഞിരിക്കുന്നു, ലൂക്ക ഈ പറഞ്ഞ വിഷയം ഒട്ടും അതിശയോക്തിപരമല്ല, അത് സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യം തന്നെ. പക്ഷെ ഒരേ ഒരു പ്രശ്നമേ അപ്പോൾ ശേഷിക്കുന്നുള്ളൂ. ഈശോ ഇങ്ങനെ പേടിച്ച് ചോര ഉയർത്തുന്നൊക്കെ പറയുമ്പോഴുള്ള ഒരു വിഷമമാണ്. ഈശോ ഇത്രയും പേടി തോന്നി, ചോര രക്തക്കുഴൽ പൊട്ടാൻ മാത്രം ഈശോയെ ഈ മരണം ഭയപ്പെടുത്തിയോ എന്ന് ന്യായമായി തോന്നാം അല്ലേ? അതല്ല, യഥാർത്ഥത്തിൽ ഈശോ ഭയന്നത് താൻ അനുഭവിക്കാൻ പോകുന്ന സഹനത്തിൻ്റെ ഭീകരത കണ്ടിട്ടല്ല, മറിച്ച് മനുഷ്യ പാപത്തിൻ്റെ ഭീകരതയാണ് ഈശോയെ സങ്കടപ്പെടുത്തുന്നത്. ആ പാപം
മനുഷ്യകുലത്തിന് നൽകാൻ പോകുന്ന ഭയാനകമായ ദുരന്തത്തിൻ്റെ ആഴം കണ്ടപ്പോൾ ഈശോ ഇപ്രകാരം വേദനിച്ചു എന്നതാണ്. അല്ലേ? ദുഃഖവെള്ളിയാഴ്ച നമ്മൾ പാടുന്ന ആബേലച്ചൻ്റെ പാട്ടുണ്ട്, മർത്യപാപങ്ങൾ വന്നുയർന്നൊരു മാമല തീർത്ത് നിൽക്കവേ, ഭീതിയാൽ മൃദുമേനിയാകവേ രക്തധാരയിൽ ആണ്ടുപോയി. അല്ലേ? ഞാൻ പാട്ടുകാരനല്ലാത്തതുകൊണ്ട് ഞാനത് പാടി വഷളാക്കിയില്ലെന്നേ ഉള്ളൂ, പക്ഷെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അതായത് മനുഷ്യപാപങ്ങൾ, ആബേലച്ചൻ്റെ പാട്ടിൽ തന്നെ പറയുന്ന ഈ ദൈവശാസ്ത്രം തന്നെ, മനുഷ്യൻ്റെ പാപത്തിൻ്റെ ഭീകരത ഇങ്ങനെ ഹിമാലയം പോലെ ഉയർന്നു നിന്നപ്പോൾ അത് ഈശോയെ അസ്വസ്ഥനാക്കി. ഈശോയെ അസ്വസ്ഥമാക്കിയത് തൻ്റെ വേദനകളല്ല, മനുഷ്യപാപത്തിൻ്റെ ഭീകരതയാണ് എന്ന സത്യം നാം മനസ്സിലാക്കി. പക്ഷെ നമ്മുടെ ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ സമയം ഇവിടെ ഏതാണ്ട് പൂർണ്ണമാവുകയാണ്. നിങ്ങൾ വളരെ നല്ല ചോദ്യങ്ങൾ ചോദിച്ച് താല്പര്യപൂർവ്വം നിൽക്കുന്ന ഒരു സമയമാണ്. ഇനി ഒട്ടേറെ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് അല്ലേ? നിങ്ങളുടെ മനസ്സിലുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടെന്നറിയാം. അടുത്ത എപ്പിസോഡിൽ നമുക്ക് അച്ഛനോട് തീർച്ചയായും ഈ ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. സി കാറ്റിൻ്റെ ഈ എപ്പിസോഡിൽ നമ്മോടൊപ്പം ഈ ക്ലാസ് നയിച്ച, നമ്മുടെ സംശയങ്ങൾക്ക് കൃത്യമായി ഉത്തരം നൽകിയ ഏറ്റവും പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട പാമ്പ്ലാനി അച്ഛന് ഷാലോം ടിവിയുടെ എല്ലാ പ്രേക്ഷകരുടെയും പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ഈ ചർച്ചയിൽ പങ്കെടുത്തത് കാസർഗോഡ് ജില്ലയിലെ മാലോം, പറമ്പ എന്നീ സൺഡേ സ്കൂളിലെ അധ്യാപകരാണ്. നിങ്ങൾക്കും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഈശോയുടെ പീഡാനുഭവത്തെക്കുറിച്ചുള്ള ഈ ചർച്ചകളിൽ പ്രേക്ഷകരായി നിങ്ങളും വളരെ താല്പര്യപൂർവ്വം പങ്കെടുത്തു എന്ന് വിചാരിക്കുകയാണ്. ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ തീർച്ചയായും ഷാലോമിലേക്ക് എഴുതി അറിയിക്കുമല്ലോ. എഴുതേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, സി കാറ്റ്, ഷാലോം ടെലിവിഷൻ, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. ഈ വിഷയത്തെക്കുറിച്ചുള്ള തുടർ ചർച്ചകളുമായി മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ കണ്ടുമുട്ടുന്നതായിരിക്കും. അതുവരെയും പ്രാർത്ഥനാപൂർവ്വം നമുക്ക് കാത്തിരിക്കാം. നന്ദി.